പിന്നെ ദുബായിലെ ടെമ്പിളിനെ പറ്റിയിട്ടൊക്കെ അവർ പറയുമായിരുന്നു കണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ. ഇവിടുത്തെ കൊച്ചു ഗുരുവായൂർ ക്ഷേത്രം എന്നാണ് പറയുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ കനിമോള് കുറച്ച് ഉഷാറായിട്ടോ. അവിടുത്തെ ചുറ്റുപാട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അമ്പലത്തിനുള്ളിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അവർ അമ്പലം കണ്ടിട്ട് ആ ഒരു പരിസരം ചുറ്റുപാടൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല എന്താ പറയുക പീസ്ഫുള്ളായിട്ടുള്ളൊരു ഭാഗമാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അതിനിതേ ഞങ്ങളെല്ലാവരും കയ്യും കാലൊക്കെ കഴുകി ഉള്ളിൽ പോയി തൊഴാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ തൊഴുതിന് ശേഷം ഇനി കാണാം. അങ്ങനെ ഞങ്ങൾ അർച്ചനയൊക്കെ നടത്തിയ ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. ഇറങ്ങിയ ശേഷം പിന്നീടുള്ള വർത്താനൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ പൂജകളെ പറ്റിയൊക്കെ അവിടെ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നടത്താൻ പറ്റുന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ സഹിച്ചേട്ടനോടും അച്ഛനോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം അമ്മയുടെ പരിപാടി അവിടെ ഫോട്ടോ എടുപ്പായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫോട്ടോ എടുക്കൽ. അതിൻ്റെ ചെറിയൊരു വേർഷനാണ് ഞാൻ, എൻ്റെ ഒരു ചെറിയ വേർഷനാണ് എൻ്റെ മോള്. അപ്പോൾ അവർ പല സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പോസ് ചെയ്യായിരുന്നു. ഞാൻ തന്നെ ഇരുന്നു കേട്ടോ ഫോട്ടോഗ്രാഫർ. അതിനിടയിൽ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഷൂട്ട് എടുത്തെന്ന് മാത്രം. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ചെരുപ്പൊക്കെ ഇട്ട് വീട്ടിലോട്ട് മടങ്ങുകയാണേ. പിന്നെ അമ്മ കഴിക്കുന്നത് ഇവിടുത്തെ കൽക്കണ്ടും മുന്തിരിയാണ് കേട്ടോ, പ്രസാദമായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിമോൾ അതിന് വേണ്ടി ഭയങ്കര തല്ലായിരുന്നു കാറിലിരുന്നിട്ട്. പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് ഓർഡർ ചെയ്യലായിരുന്നു കേട്ടോ. ആനിവേഴ്സറി അല്ലേ, അപ്പോൾ പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഫുഡൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ പിന്നെ നേരെ വിട്ടത് വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. കാരണം കനിമോൾക്ക് റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ടുള്ള പരിപാടി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഈ വരുന്ന വ്യാഴാഴ്ചയാണ്. അപ്പോൾ തണുപ്പും കാറ്റൊക്കെയാണല്ലോ, അതൊക്കെ കൊണ്ട് അവൾക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ അവളുടെ ഡാൻസ് ആകെ കൊളാവും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നിലവിൽ എവിടെയും പോവാതിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാട്ടോ. അപ്പോൾ ആ ഒരു പരിപാടി ഇനി വരുന്നുണ്ട്. അപ്പോൾ ആളും അതിൻ്റെ ഒരു ത്രില്ലിലാട്ടോ. ഇപ്പോൾ ഈ കോപ്രായം കാണിക്കുന്നത് ആളും ഉഷാറായിട്ടുണ്ട്. അമ്പലത്തിൽ പോയി ആ കൽക്കണ്ട മുന്തിരിയൊക്കെ കിട്ടി, തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആളും ഉഷാറായി. പിന്നെ ഈ മറിഞ്ഞു നിൽക്കുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാട്ടോ. സൈഷേട്ട് മുന്നിൽ ഓടുന്നത് എന്താ വെച്ചാൽ ഞങ്ങളെ കാത്ത് അവിടെ സ്വിഗ്ഗിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും പുള്ളിയും ഏകദേശം ഒരേ സമയത്താണ് എത്തിപ്പെട്ടത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കയറണം. കയറിയ ശേഷം അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ആയിരുന്നു. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്